ഇന്നത്തെ ലെസൺ കോസറ്റീവ് വേർബ്സ്. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. കോസറ്റീവ് വേർബ്സ് ഓരോന്നായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് ലെസൺസ് ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ലെസൺസും ഒരുമിച്ച് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഈ ചാനലിൽ തന്നെയുണ്ട്. ഇന്നത്തെ ലെസൺ ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. മേക്ക് എന്ന കോസറ്റീവ് വേർബ് എങ്ങനെയാണ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്, അത് ഡിഫറൻറ്റ് ടെൻസസിൽ എങ്ങനെ ഉപയോഗിക്കും എന്നാണ് അറിയേണ്ടത്. അതാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇന്ന് പറയാം. കോസറ്റീവ് വേർബ്സ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രീവിയസ് ലെസൺസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഒന്നുകൂടി പറയാം. ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് കോസറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരാൾ സ്വയം ഒരു കാര്യം ചെയ്യുകയല്ല, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കോസറ്റീവ് വേർബ്സിൻ്റെ ഉപയോഗം വരുന്നത്. മേക്ക് എന്ന കോസറ്റീവ് വേർബ് ഉപയോഗിക്കുമ്പോൾ ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. നിർബന്ധിച്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല, എങ്കിലും അയാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. അവിടെയാണ് മേക്ക് എന്ന കോസറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത്. ഷീ മേക്സ് മീ ക്ലീൻ ദ റൂം എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. അവളാണ് ചെയ്യിപ്പിക്കുന്നത്, ഞാനാണ് ചെയ്യുന്നത്. അവൾ എന്നെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. മേക്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ സെൻറ്റൻസ് ആണ്. ഓർക്കേണ്ട കാര്യം, ഇത് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. ഷീ മേക്സ് മീ ക്ലീൻ ദ റൂം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഷീ എന്ന് കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്നത് മേക്സ്, അതാണ് കോസറ്റീവ് വേർബ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഓബ്ജക്റ്റ് മീ, എന്നെ കൊണ്ട്. ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു? എന്നെ കൊണ്ട്, അതാണ് ഓബ്ജക്റ്റ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലീൻ എന്ന് പറയുമ്പോൾ അത് ഒരു വേർബിൻ്റെ ബേസ് ഫോം ആണ്. ഒരു ബെയർ ഇൻഫിനിറ്റീവ് എന്ന് നമുക്ക് പറയാം. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഉപയോഗിക്കാതെ ഉള്ള ഇൻഫിനിറ്റീവ്. അപ്പോൾ ക്ലീൻ, അവിടെ ടു ക്ലീൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ക്ലീൻ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ മേക്സ്, പിന്നെ ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ആക്റ്റീവ് വോയിസിലെ സ്ട്രക്ചർ. ഇനി നമുക്കിതിൻ്റെ പാസീവ് ഫോമാണ് അറിയേണ്ടത്. അപ്പോൾ എപ്പോഴും പാസീവ് വോയിസിലെ സെൻറ്റൻസുകൾ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ആ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അവിടെ നമ്മളത് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഐ ആം മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ ആം മെയ്ഡ് ടു ക്ലീൻ ദ റൂം. എന്നെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട് എന്ന മീനിങ് കിട്ടി. ഐ ആം മെയ്ഡ്, ഐ എന്ന സബ്ജക്റ്റ്, അതായത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ ഐ എന്നതായി സബ്ജക്റ്റ്. എന്നെ കൊണ്ട്, അപ്പോൾ ഐ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആം. ഐ അനുസരിച്ച് ഉള്ള ഒരു ബി ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ ആം മെയ്ഡ്. മെയ്ഡ് എന്നത് മേക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ വേർബിൻ്റെ തേർഡ് ഫോം മേക്ക്, മെയ്ഡ്, മെയ്ഡ്, അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഉപയോഗിക്കേണ്ടത് ടു ക്ലീൻ എന്നാണ്. ഇൻഫിനിറ്റീവ് ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ ആം മെയ്ഡ് ടു ക്ലീൻ ദ റൂം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ബി ഫോം, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് മെയ്ഡ്, V3 ഫോം ഓഫ് മേക്ക്. പിന്നെ ഉപയോഗിക്കേണ്ടത് ടു ക്ലീൻ, ബെയർ ഇൻഫിനിറ്റീവ് അല്ല, ഇൻഫിനിറ്റീവ് ഫോം തന്നെയാണ്. ടു ഉള്ള ഇൻഫിനിറ്റീവ് ഫോം തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ ഫോമാണ്. അപ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സിൽ അവിടെ എംഫസിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുക്കുന്നത് ചെയ്യുന്ന ആൾക്കല്ല, ആർക്കാണോ ആ ഒരു ആക്ഷൻ വരുന്നത്, ആരുടെ മേലാണോ ആക്ഷൻ വരുന്നത്. എന്നെ കൊണ്ട്, അപ്പോൾ ഞാനല്ലേ, അപ്പോൾ ഐ, അതാണ് സബ്ജക്റ്റ് ആവുന്നത്. അവിടെയാണ് ആ ആൾക്കാണ് ഇമ്പോർട്ടൻസ്. ആരെ കൊണ്ട് എന്നതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എംഫസിസ് കൊടുക്കേണ്ടത്. ദ പേഴ്സൺ ഓർ തിങ് എഫക്റ്റഡ് ബൈ ദ ആക്ഷൻ, അതല്ലാതെ ദ പേഴ്സൺ ഹു ഈസ് പെർഫോമിങ് ദ ആക്ഷൻ അല്ല ഇമ്പോർട്ടൻസ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ, അവൾ എന്നെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് മേക്കിംഗ് മീ ക്ലീൻ ദ റൂം.
അതാണ് ആക്റ്റീവ് വോയിസ്. നമുക്ക് പാസീവ് ഫോമാണ് വേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ ആം ബീയിങ് മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ ആം ബീയിങ് മെയ്ഡ്. നോക്കൂ, ബീയിങ് ഉപയോഗിച്ചത് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ്. ഇത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാനലിൽ ഡിഫറെൻറ്റ് ലെസൺസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓർക്കണം എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാവും. ഐ ആം ബീയിങ് മെയ്ഡ് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ ആം ബീയിങ് മെയ്ഡ് ടു ക്ലീൻ ദ റൂം. അവിടെയും ഷീ എന്ന അവൾ എന്നതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. സബ്ജക്റ്റ് കഴിഞ്ഞ് ബി ഫോം ഐ ആം ബീയിങ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഷീ ഹാസ് മെയ്ഡ് മീ ക്ലീൻ ദ റൂം എന്നാണ് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ്. ഷീ ഹാസ് മെയ്ഡ് മീ ക്ലീൻ ദ റൂം. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ്. അതിനെ പാസീവ് ഫോം ആക്കുമ്പോൾ ഐ ഹാവ് ബീൻ മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ ഹാവ് ബീൻ മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ അനുസരിച്ചിട്ടാണ് ഹാവ് ഉപയോഗിച്ചത്. ഹാവ് ബീൻ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാവ് എന്നത് ഹാവ് ബീൻ ആവും, ഹാസ് ആണെങ്കിൽ ഹാസ് ബീൻ ആവും. അപ്പോൾ ഇവിടെ ഐ ഹാവ് ബീൻ മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അവൾ എന്നെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിച്ചു. ഷീ മെയ്ഡ് മീ ക്ലീൻ ദ റൂം. അതാണ് ആക്റ്റീവ് വോയിസ്. മെയ്ഡ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അത് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഐ വാസ് മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ വാസ് മെയ്ഡ് ആയി. കാരണം വാസ് എന്നത് ബി ഫോമാണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആവുമ്പോൾ നമുക്ക് വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ബി ഫോം ഉപയോഗിക്കുക, ടെൻസ് അനുസരിച്ചും അതുപോലെ സബ്ജക്റ്റ് അനുസരിച്ചും. അപ്പോൾ ഐ വാസ് മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഷീ വാസ് മേക്കിംഗ് മീ ക്ലീൻ ദ റൂം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആണ്. അവൾ എന്നെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇത് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഐ വാസ് ബീയിങ് മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ വാസ് ബീയിങ് മെയ്ഡ് ടു ക്ലീൻ ദ റൂം. എന്നെക്കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. ആരാണ് ചെയ്തത് എന്നത് അവിടെ പ്രസക്തമല്ല. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഷീ ഹാഡ് മെയ്ഡ് മീ ക്ലീൻ ദ റൂം. ഹാഡ് ഉപയോഗിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഷീ ഹാഡ് മെയ്ഡ് മീ ആണ് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ്. അതിനെ പാസീവ് ഫോം ആക്കുമ്പോൾ ഐ ഹാഡ് ബീൻ മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഐ ഹാഡ് ബീൻ മെയ്ഡ് ടു ക്ലീൻ ദ റൂം. ഹാഡ് ആയത് ഹാഡ് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് ബീൻ ആവും. അതുകൊണ്ട് ഐ ഹാഡ് ബീൻ മെയ്ഡ് ടു ക്ലീൻ ദ റൂം. അപ്പോൾ ആ റൂൾസും അതിൻ്റെ ഒരു ചേഞ്ച് വരുന്നതും മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ ചെയ്തിരിക്കുന്ന ലെസൺസ് ഒക്കെ ഒന്ന് കാണുക. തീർച്ചയായും എല്ലാ ഡൗട്ട്സും മാറിക്കിട്ടും. കാരണം എല്ലാ റൂൾസും വളരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അത്തരം ലെസൺസിലാണ്. ഇവിടെ അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോവും. ഇനി കുറച്ചും കൂടി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ടീച്ചർ കുട്ടികളെ കൊണ്ട് ഒരു എസ്സേ എഴുതിപ്പിച്ചു. നോക്കൂ, പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ടീച്ചറാണ് ചെയ്യിപ്പിച്ചത്, കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എന്താണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്? അത് ആക്റ്റീവ് വോയിസിലെ ഒരു സെൻറ്റൻസ് ആണ്. ടീച്ചർ മെയ്ഡ് ദ സ്റ്റുഡൻസ് റൈറ്റ് ആൻ എസ്സേ. ആക്റ്റീവ് വോയിസ് ആണത്. നമുക്ക് വേണ്ടത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആക്കുമ്പോൾ എങ്ങനെയാണ് അത് പറയുക? കുട്ടികളെ കൊണ്ട് ഒരു എസ്സേ എഴുതിപ്പിച്ചു എന്നാണ് പറയേണ്ടത്. ആരാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പാസീവ് ഫോമിൽ നമുക്ക് പറയണമെങ്കിൽ ദ സ്റ്റുഡൻസ് വേർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ. വേറൊരു സെൻറ്റൻസ്, അവർ എന്നെ കൊണ്ട് ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യിപ്പിച്ചു. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അവരാണ് ചെയ്യിപ്പിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ദേ, അവർ ചെയ്യിപ്പിച്ചു. ദേ മെയ്ഡ് മീ ഫിനിഷ് ദ പ്രോജക്റ്റ് ആണ്. പക്ഷേ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പറയേണ്ടത് എന്താ? എന്നെക്കൊണ്ട് ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ഐ വാസ് മെയ്ഡ് ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. ടീച്ചർ കുട്ടികളെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണത്. ദ ടീച്ചർ മേക്സ് ദ സ്റ്റുഡൻസ് വർക്ക് ഹാർഡ്. ആക്റ്റീവ് വോയിസ്. അത് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്?
കുട്ടികളെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ദ സ്റ്റുഡൻസ് ആർ മെയ്ഡ് ടു വർക്ക് ഹാർഡ്. ആർ മെയ്ഡ് കാരണം സ്റ്റുഡൻസ് ആണ്, പ്ലൂറൽ സബ്ജക്റ്റാണ്, അപ്പോൾ ആർ. ഇനി വേറൊരു സെൻറ്റൻസ്, അവർ അവനെ കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കും. അവർ അവനെ കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്, ഒരു ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണത്. ഇത് എങ്ങനെയാണ് പറയേണ്ടത്? ദേ വിൽ മേക്ക് ഹിം അറ്റൻഡ് ദ മീറ്റിംഗ്. ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവനെ കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കും എന്നാണെങ്കിൽ ഹി വിൽ ബി മെയ്ഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഹി വിൽ ബി മെയ്ഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. വിൽ എന്നത് ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ അത് വിൽ ബി ആയിട്ട് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഹി വിൽ ബി മെയ്ഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് പാസീവ് വോയിസിൽ തന്നെ മലയാളം സെൻറ്റൻസ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നോക്കാം. എൻ്റെ മിസ്റ്റേക്കിന് എന്നെക്കൊണ്ട് ക്ഷമാപണം ചെയ്യിപ്പിച്ചു. ഐ വാസ് മെയ്ഡ് ടു അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്ക്. അവളെ കൊണ്ട് അസൈൻമെൻറ്റ് വീണ്ടും ചെയ്യിപ്പിച്ചു. ഷീ വാസ് മെയ്ഡ് ടു റീഡു ദ അസൈൻമെൻറ്റ്. അവരെ കൊണ്ട് ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. ദേ ആർ മെയ്ഡ് ടു വർക്ക് ഓവർ ടൈം. എംപ്ലോയീസിനെ കൊണ്ട് സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യിപ്പിക്കും. എംപ്ലോയീസ് വിൽ ബി മെയ്ഡ് ടു ഫോളോ സ്ട്രിക്റ്റ് റൂൾസ്. അപ്പോൾ ഈ ലെസൺസ് ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ആയി. പാസീവ് വോയിസിൽ എങ്ങനെയാണ് മേക്ക് എന്ന കോസറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റ് ചെയ്ത ആൾക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്.